ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷലാക്കാസ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ക്ലേ വെച്ചിട്ട് ഒരു ഡ്രിങ്കറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഉണ്ടാക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല, എന്നാലും എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കാം വേണ്ടി ഞാൻ എവിടുന്നൊക്കെയോ എടുത്തൊരു പരത്താൻ വേണ്ടിയിട്ടുള്ളൊരു കോലാണ്. പിന്നെ ഒരു നൂല് ഇത് വിടിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു കോട്ടൻ്റെ നൂല്, പിന്നെ ഇതാ ക്ലേ, ഒരു വെള്ളം, പിന്നെ ഇതാ ഈ ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷീറ്റ്. അപ്പം നമ്മൾ ഈ ക്ലേ ഒന്ന് പൊളിക്കുക. ഇത് പൊളിച്ചിട്ട് ഞാൻ എടുക്കാം ബാക്കി. അപ്പം ക്ലേ പൊളിച്ച്, ഇതാണ് ക്ലേ. ഇപ്പോൾ ക്ലേ എടുത്തിട്ട് കുഴയ്ക്കണം. ഇതിൽ വെള്ളമയുണ്ട്, കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. കാരണം ഇത് കട്ടിയായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇത് ക്ലേ ഇതാ നമ്മളിത് മിക്സ് ചെയ്യാണ്. നല്ല ഇങ്ങനെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കിട്ടൂല. കറക്റ്റ് ഷേപ്പാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ നല്ല കുഴയ്ക്കണം. ഇതാക്കണം. എടുത്തു വന്ന് കാണിച്ചു തരാം. നല്ല ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി പെർഫെക്ഷൻ്റെ കുറവെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നതിൽ ഇത്തിരി പെർഫെക്ഷൻ്റെ കുറവൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്ന ഒറ്റയ്ക്ക്. ഏട്ടൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയത്, അതുകൊണ്ട് ഏട്ടനെ കൊണ്ട് ഏട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ കുഴച്ച് ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് പരത്തണമെങ്കിൽ നമ്മൾ നല്ല റോൾ ചെയ്യട്ടെ. ഇങ്ങനെ ഉരുട്ടി ആദ്യം ഇങ്ങനെ പരത്തുക. അപ്പം പിന്നെ ഇങ്ങനെ തന്നാരെ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മൾ റോൾ ചെയ്തെടുക്കാം, പെർഫെക്ഷൻ അല്ലാതെ. പിന്നെ നമ്മൾ ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാൻ ഒരിത്തിരി വെള്ളം എടുത്തിട്ട് ഇവിടെ പരത്തുക. ഇവിടെ ചളി മാരിയാക്കണം. ചളിയാക്കിയിട്ട് ഇതാ മുകളിൽ ഇങ്ങനെ നല്ല അങ്ങനെ ആക്കുക. ഇതിവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിത് ഇതിൻ്റെ മുകളിലും കുറച്ച് വെള്ളമാക്കിയിട്ട് നല്ല പരത്തുക. ഞാൻ പരത്തി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ പരത്തിയെടുത്ത് അപ്പുറത്തെ ഭാഗം ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടി തിരിച്ചിട്ടിട്ടൊന്ന് അമർത്തുക. അങ്ങനെ തിരിച്ചിട്ട് കളിച്ചാൽ മതി. അതാ തന്നാലെ കണ്ട രണ്ട് ഭാഗം നല്ല സ്മൂത്തായി കിട്ടും. ഈ ചെറിയ വിള്ളലൊക്കെ ആണെങ്കിൽ ആ വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇനി എന്താണെന്ന് അറിയോ, നമ്മൾ കുറച്ചും കൂടി പീസ് ക്ലേ എടുത്തിട്ട് കുഞ്ഞുണ്ടാ മതിയേ. എന്നിട്ട് നമ്മൾ ഇതേമാതിരി നല്ല മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. നേരത്തെ മാതിരി പരത്തുമ്പോൾ വിള്ളൽ വരും. അപ്പോൾ നല്ല ചെയ്തിട്ട് നേരത്തെ മാതിരി കുറച്ച് ഇവിടെ ഇങ്ങനെ വെള്ളമാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ കൈ കൊണ്ടൊന്ന് നീളത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കണം. പാമ്പിൻ്റെ മാതിരി പതുക്കെ അങ്ങനെ ആക്കിയെടുക്കണം. പതുക്കെ അങ്ങനെ ആക്കിയെടുക്കട്ടെ. പാമ്പിൻ്റെ മാതിരി ഇതാക്കണ്ട, പാമ്പിൻ്റെ മാതിരി അങ്ങനെ ആക്കിയെടുത്തിട്ട് കാണിക്കാം. ഞാൻ ഉണ്ടാക്കി പകുതി ഉണ്ടാക്കി. ഞാൻ അങ്ങനെ പകുതി ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിക്കണമെങ്കിൽ നമ്മളൊരു ഈർക്കലെടുത്തിട്ട് പകുതി, ഇപ്പം എൻ്റെ കയ്യിൽ ഈർക്കലില്ലാത്തതുകൊണ്ട് ഞാൻ നഖം വെച്ചിട്ട് ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഈർക്കൽ വെച്ച് ചെയ്ത് അവിടെ അതിൻ്റെ മുകളിൽ വെള്ളം ഇങ്ങനെയാക്കി, വെള്ളം നല്ലോണം ആക്കണം, എന്നാലും അത് ഒട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. കാരണം നല്ല വൃത്തിയുള്ള ഭാഗം പുറത്തോട്ട് ആക്കി വെക്കണം.
നമ്മളിങ്ങനെ അങ്ങനെ ചെയ്തെടുക്കുക ഫുള്ള്. എന്താ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒട്ടി വരുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ക്ഷമിക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കഴിയാനയക്കുന്നു. ഒട്ടിച്ച് കഴിഞ്ഞ് അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് പെർഫെക്ഷൻ്റെ വ്യത്യാസമില്ല, പെർഫെക്ഷൻ ആവേണ്ട ഉള്ളിലൊക്കെ കണ്ടില്ല. അപ്പോൾ അത് അപ്പോൾ പുറത്ത് ആദ്യം ഉള്ളിൽ പെർഫെക്ഷൻ ആവാം. ഉള്ളിൽ പെർഫെക്ഷൻ ആക്കിയിട്ട് ചെറുതായിട്ട് തെറ്റിപ്പോണ്ട് പെർഫെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ക്ഷമിക്കണേ. അങ്ങനെ ഉള്ളിലുമ്പോൾ നല്ല ഇങ്ങനെ വെള്ളം വെച്ചിട്ട് നല്ല ഇങ്ങനെ ഇങ്ങനെ കുഴിച്ചെടുക്കണം. കാരണം കുഴിച്ചാകുമ്പോൾക്ക് ആ ഇത്തിരി ഭാഗമൊക്കെ ആകുമ്പോൾക്ക് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പറ്റിപ്പിച്ചെടുക്കാം. അത് നമ്മൾ ഇങ്ങനെ ആക്കുക. ഞാൻ ഇനി പെർഫെക്ഷൻ ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ പെർഫെക്ഷൻ ആക്കി, ഇനി പുറത്ത് പെർഫെക്ഷൻ ആക്കട്ടെ. ഉള്ളിലൊന്നും കൂടി ആവാണ്ട് ഞാൻ പുറത്തൊന്നാക്കി എടുക്കട്ടെ. പുറത്താക്കാൻ സിമ്പിളാണ്. അങ്ങനെ വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് ഇതങ്ങനെ അരച്ചെടുത്താൽ മതി. തന്നാലെ അങ്ങനെ പെർഫെക്ഷൻ ആയിക്കോളും. ഇങ്ങനെ ആയിട്ടുണ്ട്. വെള്ളം വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബ്രഷ് പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുറച്ച് ക്ലേ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ചെടുത്താൽ മതി. അപ്പം ഇതിനെക്കാട്ടി നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും ഇതിനെ കാണാൻ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഉണ്ടായി വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും കാണാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് എൻ്റെ ഐഡിയക്ക് ഉണ്ടാക്കുന്നൊന്നുമില്ല. എനിക്ക് എല്ലാവരുടെ വീഡിയോസും ഇങ്ങനെ കാണുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടാവണം. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് തന്നതാണ്. അപ്പോൾ ഏട്ടൻ എന്താ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഇതാ പെർഫെക്ഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ചുറ്റുകൂടെ ജസ്റ്റ് ഇത്തിരി വെള്ളം ഇങ്ങനെ ഉറ്റിച്ചെടുക്കണം. എന്നിട്ട് ഈ നമ്മൾ എടുക്കുന്ന നൂലില്ലേ അത് ഈ വെള്ളത്തിൽ മുക്കി കൊടുത്തിട്ട് ഇവിടെ നല്ല വെള്ളം പോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതാ ഈ ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ പതുക്കെ ഇതിങ്ങനെ നിലത്ത് കൂടെ ഇങ്ങനെ പതുക്കെ വലിച്ചെടുക്കണം, എന്നാലേ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഇളകി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുത്താലും മതി. പക്ഷേ ഇളക്കിയെടുക്കുമ്പോൾ അത്ര കറക്റ്റ് പെർഫെക്ഷൻ കിട്ടില്ല. എന്താണ് നൂല് വെച്ച് ചെയ്യുന്നത്. ചെയ്താകുമ്പോൾ ഇങ്ങനെയാക്കി എടുക്കുമ്പോഴത്തേക്ക് നീങ്ങും. ഇതാ പൊങ്ങി കിട്ടും എനിക്ക്. ഞാനത് കയ്യിലോട്ട് എടുത്തിട്ട് ഇതാണ് എൻ്റെ സാധനം. ഉണങ്ങി വന്നാൽ കുറച്ചും കൂടി ഇതുണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കി. ഇതാണ് എൻ്റെ സാധനം. ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണങ്ങിയിട്ട് വരാം. ഇത് ഉണക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് വെയിലത്ത് വെച്ച് ഉണക്കരുത്. വെയിലത്ത് വെച്ച് ഉണക്കിയാൽ ക്രാക്ക് വരും, അപ്പോൾ നമുക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ തണലത്ത് തന്നെ വെച്ചിട്ട് 3-4
3-4 ദിവസം എടുക്കും ഇതെന്തായാലും ഉണങ്ങി തീരെ. അപ്പം 3-4 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ചെയ്ത് തീർക്കണം. നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട പരിപാടിയാണ്. നമ്മൾ ഇത് അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും കറക്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും 3-4 ദിവസം എടുത്തിട്ട് ചെയ്താൽ മതി. പതുക്കെ ചെയ്താൽ മതി. ശരിയായില്ലെങ്കിൽ എന്താ നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രയൽ തന്നെ ശരിയായില്ല നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട്. നമുക്ക് എത്ര വേണം ചെയ്ത് പതുക്കെ ശരിയാക്കാം. എനിക്കിപ്പോൾ എത്രയോ പ്രാവശ്യം തവണ ചെയ്തിട്ടാണ് ശരിയായത്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഒറ്റ ട്രൈ ചെയ്യിക്കും, പക്ഷെ ഞാനിത് 4-5 ട്രൈ ചെയ്തിട്ടാണ് എനിക്കിത് ശരിയായത്. അപ്പോൾ ഇത് എൻ്റെ ഡ്രിങ്കറ്റ് ശരിയായി. ഞാൻ ഉണക്കി കഴിഞ്ഞിട്ട് ഉണങ്ങിയതിൻ്റെ അടുത്ത ദിവസം എടുത്ത് കാണിച്ചു. അപ്പോൾ എൻ്റെ ഡ്രിങ്കറ്റ് ഉണങ്ങി. ഞാനിത് എടുക്കാത്തതാണ്, കുറച്ചും കൂടി ഒന്ന് ഉണങ്ങിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഡ്രിങ്കറ്റ് അതൊക്കെ കാണിച്ചതാ, കണ്ടില്ല ഉണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര ഉണങ്ങിയെന്ന് പറയുന്നില്ല. എൻ്റെ കയ്യിൽ പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ പെയിൻറ്റ് അടിക്കില്ല. പെയിൻറ്റൊക്കെ മേടിച്ചിട്ട് ഞാൻ അടിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എന്നാൽ ശരി, ബായ്.